ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാർ ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ്. ഇത് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ ആപ്പിനെ കുറിച്ചിട്ട് അറിയാം. നമ്മൾ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും ഫൈനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുള്ള് എടുക്കാൻ കഴിയുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കാർ ഇൻഫോ എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഓപ്പണായിട്ട് വരുന്ന ഒരു ആപ്പാണ്. ഉണ്ടോ, ഇങ്ങനെ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 37.12 MB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമാണ്. വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റായി, ഇൻസ്റ്റാളിങ് ആയി. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് മൊബൈലിൻ്റെ ബാക്കിലേക്ക് വന്നിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസൊക്കെ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്ഷൻ വരും. ഓക്കെ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിന് നമ്മൾ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫോണിലല്ല ചെയ്യുന്നത്, മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. OTP വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ചെടുക്കുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഡൺ വരും. നമ്മൾ വെഹിക്കിൾ ഓണറാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ നമ്മുടെ ജില്ല ഏതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലിങ്ങനെ വരും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ, എല്ലാ സർവീസും, ചെക്ക് ചലാന്, പേ ചലാന്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കാണിച്ചു തരാം. നമുക്കിതിൽ ഓപ്ഷൻസിൽ വെഹിക്കിൾ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷനാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ വാഹനത്തിൻ്റെ വണ്ടി നമ്പർ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യണം. ഇപ്പോൾ മുന്നേ സെർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടിയിൽ കാണിക്കുന്നത്. സെർച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ലോഡായി വരും. ഇപ്പോൾ നമുക്കത് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. RC ഓണറുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, നെയിം, കാര്യങ്ങൾ. അത് ഫുള്ളായിട്ട് കാണിക്കില്ല. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് ചെക്ക് ചലാനൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിനുള്ള ചലാനം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ കഴിയും. ഇതിലിപ്പോൾ നിലവിലൊന്നും വന്നിട്ടില്ല. ഇനി ഓൾറെഡി ഒന്ന് പെയ്ഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വ്യൂ റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലോഡായി വരും. ഇപ്പോൾ എന്ത് കാരണത്തിലാണ് നമുക്ക് ചലാന് കിട്ടിയെന്നുണ്ട് അതിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ സഹിതം ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ വന്നിട്ടില്ല. ഇനി നമുക്ക് വേറൊരു വണ്ടിയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നമ്പറും കൂടി അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ. കറക്റ്റായിട്ട് നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇത് എപ്പോഴും ക്യാപിറ്റലിൽ, നമ്മൾ സ്മോളിൽ അടിച്ചാലും ക്യാപിറ്റലിൽ തന്നെ ഇതിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ്. അടിച്ചതിന് ശേഷം വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ആവാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ OTP വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വീണ്ടും OTP വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ OTP വീണ്ടും ഒന്ന് അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ടാണ് മറ്റു വാഹനങ്ങളുടെയും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ OTP വരുന്നത്. അപ്പോൾ അതൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വന്നത്. അപ്പോൾ ഒന്നുകൂടി അടിച്ചു കൊടുക്കണം നമ്മൾ ആ നമ്പർ തന്നെ. വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലോഡായി വരും. അപ്പോൾ നമുക്കത് വേറെ ആളുടെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും, ഇതിൽ ഇൻഷുറൻസ് നമുക്ക് എക്സ്പയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ റിന്യൂ ഇതിൽ തന്നെ പേ ചെയ്തിട്ട് നമുക്ക് എല്ലാം ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ചെക്ക് ചലാനുള്ള ഒരു ഓപ്ഷൻ വീണ്ടും സെർച്ച് ചെയ്യാണ്. ഇതിൽ നമുക്ക് ചലാന് കിട്ടിയിട്ടുണ്ട്.
പെയ്ഡായിട്ട് 2 ഉണ്ട്, പെൻഡിങ് 3 കിടക്കുന്നുണ്ട്. ഒന്ന് ഓപ്പണായിട്ട് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഏത് ക്യാമറ വഴിയാണ് അടിച്ചേക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇന്ന ദിവസം ഇന്ന ക്യാമറ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ തന്നെ പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പേ നൗ കൊടുത്തിട്ട് വേണമെങ്കിൽ പേ ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കാൻ മറക്കരുത്.